കൊട്ടിയൂർ അമ്പലത്തിൽ നൂറുകണക്കിന് ചടങ്ങുകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഇളനീരാട്ടം എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് ഇളനീർ വെപ്പ് നടക്കുന്ന ദിവസമാണ്. ഇളനീർ വെപ്പിനായിട്ട് ചില പ്രത്യേക വിഭാഗങ്ങൾ, അതായത് വയനാട്, കണ്ണൂർ, കോഴിക്കോട് ഇതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഒരു സമുദായത്തിൽപ്പെട്ട വ്യക്തികൾ ഇളനീരുമായിട്ട് വരുന്നതാണ് ഈ ഇളനീർ വയ്പ്. അപ്പോൾ കുറ്റ്യാടി മൊകേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവർ എത്തിയിരിക്കുന്നത്. സംഘത്തിലെ പ്രധാനി ബാബു ചേട്ടനാണിത്. അദ്ദേഹമാണ് മൂപ്പൻ സ്ഥാനത്തുള്ളത്. എന്തായാലും എന്താണ് ഇളനീർ വയ്പ് എന്നുള്ളത് നമുക്ക് ഇവരോട് ചോദിക്കാം. ഇളനീർ വയ്പ് എന്ന് പറയുമ്പോൾ ഭഗവാനെ തണുപ്പിക്കാൻ, ഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ ചെയ്ത ആ ചടങ്ങിൻ്റെ ഒരു സ്മരണയാണ്. എന്താണ് ഇതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു സത്യം, തത്വം? കുറിച്ച സമുദായത്തിലുള്ള ആൾക്കാർ ഈ കാട്ടിൽ വിറക് ശേഖരിക്കാനും എല്ലാ കാര്യത്തിലും വരുമ്പോൾ കുറ്റ് കാണപ്പെട്ടിട്ട് പിന്നെ ആയുധങ്ങളില്ലാത്ത സമയത്താണല്ലോ. അപ്പോൾ ആയുധം മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പുറ്റിൽ വിറക്കുകയാണ്. അപ്പോൾ ആ പുറ്റിന്ന് രക്തം വന്നു എന്നാണ്, അതാണ് അതിൻ്റെ. അപ്പോൾ ആ രക്തം ശമിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കാരണം ഒരു സ്ഥാനത്ത് നിൽക്കുന്ന പണ്ടത്തെ നാര സമുദായവും ഈ കുറിച്ച സമുദായം അറിയിച്ചു എന്നുള്ള അറിയുന്നത്. അപ്പോൾ അവിടുന്ന് നെയ് കൊണ്ടുവരാണ്. അത് വളരെ ദൂരെയുള്ള സ്ഥലത്താണ് തുണയിലാണല്ലേ. നെയ്യും കൊണ്ടുവരുന്നതാണ്. ആ നെയ്യും കൊണ്ടുവന്ന് ഇത് ശമിക്കാൻ വേണ്ടി ശ്രമിച്ച്, പക്ഷെ നടന്നിട്ടില്ല. അത് അറിയായിട്ട് വീഴുകയാണ്. അപ്പം അതിന് ശേഷം രണ്ടാമത്തെ ചടങ്ങ്, പിന്നെ രണ്ടാമത്തെ വെള്ളം കൊണ്ട് ശമിക്കാൻ അതും നടന്നില്ല. അവസാന ഘട്ടമാണ് ഇളനീര് അഭിഷേകം ചെയ്യുന്നത്. അതോടുകൂടി ശമിച്ച്. അതിന്റെ ഓർമ്മയ്ക്കാണ് ഇളനീർ വെപ്പ്. എത്ര ദൂരം നടന്നു നിങ്ങൾ? എത്ര കിലോമീറ്റർ? 90 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇതിന് വ്രതമുണ്ടോ? വ്രതം എടുത്തിട്ട് വിഷു കഴിഞ്ഞതിന് ശേഷം വ്രതമാണ്, 40 ദിവസം വ്രതമാണ്. സസ്യാഹാരം മാത്രം കഴിച്ച്, പിന്നെ ബ്രഹ്മചര്യം മെസ്സാണ്. അങ്ങനെയാണ് ഇവിടെ ഒരാഴ്ചത്തെ കഞ്ഞിപ്പരയിൽ നിന്ന് ഒരാഴ്ച, 10 ദിവസം കഞ്ഞിപ്പരയിൽ നിന്നതിന് ശേഷം മഠത്തിൽ ഞങ്ങളെ അവിടെ നിന്നാണ് വരുന്നത്. ഈ കൂട്ടത്തില് ചെറിയ കുട്ടികൾ വരെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സമുദായത്തിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറുക, ദശയാഗം നടന്ന സ്ഥലമായത്. ദശയാഗമാണ് അതിന്റെ ഓർമ്മ. അടുത്ത തലമുറയിലേക്ക് വീണ്ടും മാറിക്കൊണ്ടേയിരിക്കും. മാറും.